Hi, today we are discussing about the topic performance appraisal. Performance appraisal എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എംപ്ലോയിയുടെ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫോമൻസ് ആക്ടിവിറ്റി അവൻ എത്രമാത്രം ഇഫക്റ്റീവായിട്ടാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർഗനൈസേഷൻ പീരിയോഡിക്കലി സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. സോ ഇതിലൂടെ ഒരു പർട്ടിക്കുലർ എംപ്ലോയി ആ ഓർഗനൈസേഷനിൽ അവൻ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നതായ വർക്കുകൾ എത്രമാത്രം ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചും ആ ഓർഗനൈസേഷനിലെ ഫ്യൂച്ചർ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് അവൻ എത്രമാത്രം റിലേറ്റീവ്ലി വർത്തിയാണ് എന്നുള്ളതിനെ കുറിച്ചും ഓർഗനൈസേഷനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ആസ് എ ബിഗിനിങ് വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് the definition of performance appraisal. Here we are thinking about the definition of Edwin B. Flipper. He says that the performance appraisal is the systematic, periodic and impartial rating of an employee's excellence in matters pertaining to his present job and his potential for better job. അതായത് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു എംപ്ലോയിയുടെ എക്സലൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അവൻ്റെ പ്രസന്റ് ജോബിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പീരിയോഡിക്കായിട്ട് സിസ്റ്റമാറ്റിക്കലി ഇംപാർഷ്യലി റേറ്റ് ചെയ്യുന്നു. ഒരു എംപ്ലോയിയുടെ എക്സലൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ അവൻ്റെ പ്രസന്റ് ജോബിനെ ബേസ് ചെയ്തുകൊണ്ട് പീരിയോഡിക്കലി സിസ്റ്റമാറ്റിക്കലി ഇംപാർഷ്യലി റേറ്റ് ചെയ്യുന്നു. അതിലൂടെ നമ്മൾ എന്ത് കണ്ടെത്തുന്നു? ഹിസ് പൊട്ടൻഷ്യൽ ഫോർ ബെറ്റർ ജോബ്, കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ജോബുകൾ ഏൽപ്പിച്ചാൽ അത് എത്രമാത്രം ഇഫക്റ്റീവായിട്ട് അവന് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ കണ്ടെത്തുന്നു. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഗിവൺ ബൈ Edwin B. Flipper related to performance appraisal. Then we are thinking about the features of performance appraisal. First one, it's a systematic process. Performance appraisal എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റി ആണ്, വളരെ പെർഫെക്റ്റ്ലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് എന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ്. പെർഫോമൻസ് അപ്രൈസലിനകത്ത് എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നു. Okay. Then the third feature is it give an objective description of relative strength and weakness of an employee's job. അതായത് വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. എന്തിനെ കുറിച്ച്? ആ പർട്ടിക്കുലർ എംപ്ലോയിയുടെ സ്ട്രെങ്സും വീക്ക്നെസ്സും. എന്തിനകത്തുള്ള സ്ട്രെങ്സും വീക്ക്നെസ്സും? ആ പർട്ടിക്കുലർ എംപ്ലോയി ആ പർട്ടിക്കുലർ ജോബ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഉള്ളതായ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്തെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഒരു ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ പെർഫോമൻസ് അപ്രൈസലിലൂടെ ലഭിക്കുന്നു. ഫോർത്ത് ഫീച്ചർ ഈസ് ഫൈൻഡ് ഔട്ട് ഹൗ വെൽ ദ എംപ്ലോയി ഇൻ ദ പ്രസന്റ് ജോബ്. ആ പ്രസന്റ് ജോബിൽ എത്രമാത്രം ഇഫക്റ്റീവ് ആയിട്ടാണ് എംപ്ലോയി പെർഫോം ചെയ്യുന്നത്, എത്രമാത്രം സ്മാർട്ട് ആണ് അല്ലെങ്കിൽ എത്രമാത്രം എക്സലന്റ് ആണ് ആ പർട്ടിക്കുലർ എംപ്ലോയി അവൻ്റെ പ്രസന്റ് ജോബിനകത്ത് എന്നുള്ളത് റേറ്റ് ചെയ്യാനായിട്ട് ഏതിലൂടെ സാധിക്കുന്നു? പെർഫോമൻസ് അപ്രൈസലിലൂടെ
സാധിക്കുന്നു. Then the next feature is help for establishing a plan for future improvement. Further ഓർഗനൈസേഷനിലെ ഫ്യൂച്ചർ ഇംപ്രൂവ്മെന്റ് ആക്ടിവിറ്റി എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യാൻ സാധിക്കും? ഒരു ഓർഗനൈസേഷനിലെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ കേപ്പബിലിറ്റിയെ അല്ലെങ്കിൽ എക്സലൻസിനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നതായ ഇംപ്രൂവ്മെന്റ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് എംപ്ലോയീസിനെ കോപ്പപ്പ് ചെയ്യാൻ പറ്റാതെ വരികയും എംപ്ലോയീസിനെ കൊണ്ട് ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഓർഗനൈസേഷൻ ഫെയിലിയറിലേക്ക് വരികയും ചെയ്യുന്നതിന് കാരണമാകും. സോ പെർഫോമൻസ് അപ്രൈസലിലൂടെ എത്രമാത്രം എക്സലന്റ് ആയിട്ടുള്ള എംപ്ലോയി ആണ് അവനെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? ഹെൽപ്പ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ പ്ലാൻ ഫോർ ഫ്യൂച്ചർ ഇംപ്രൂവ്മെന്റ്. Then the next feature is carried out periodically. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. Once in the lifespan of a employee career അല്ല in the performance appraisal ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്. അതായത് അവൻ ജോലിയിൽ കയറിയാൽ ഏതെങ്കിലും സമയത്ത് ഒരിക്കൽ മാത്രം ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല എന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പീരിയോഡിക് ആയിട്ട്, അതായത് ഒരു 3 months ഇടയ്ക്ക് ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിലോ ട്വൈസ് ഇൻ ആൻ ഇയർ എന്നുള്ള രീതിയിലോ മിനിമം വൺസ് ഇൻ ആൻ ഇയർ എന്നുള്ള രീതിയിലോ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് നല്ല ഒരു ഓർഗനൈസേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് റേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ വി സേസ് ദാറ്റ് പെർഫോമൻസ് അപ്രൈസൽ ഈസ് ക്യാരിഡ് ഔട്ട് പീരിയോഡിക്കലി. ദെൻ ഇറ്റ് മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. ഫോർമൽ വേയിലോ അല്ലെങ്കിൽ ഇൻഫോർമൽ വേയിലോ എന്ത് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നു? പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമുക്ക് തുടർന്നുള്ളതായ സെഷൻസുകളിൽ പറയാം. അപ്പം പെർഫോമൻസ് അപ്രൈസലിന്റെ ഫീച്ചേഴ്സ് ഇത്രയും ആണ്. ഓക്കെ, then the next topic is objectives of performance appraisal. First one, to make systematic judgment for increase of salary, changes of job or performance, transfer, demotion and termination. അതായത് ഈ പറയുന്നതായ കാര്യങ്ങൾ ഏതൊക്കെ? സാലറി ചേഞ്ച് ചെയ്യുന്നതിനകത്ത് സാലറി കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഓർഗനൈസേഷൻ്റെ ഒരു ഡിസിഷൻ എടുക്കുന്നതിനകത്ത് എംപ്ലോയിക്ക് ഹയർ പോസ്റ്റിലേക്ക് പ്രമോഷൻ കൊടുക്കണോ അതോ പ്രസന്റ് പോസ്റ്റിൽ തന്നെ മറ്റൊരു ജോബ് കൊടുക്കുകയാണോ, എംപ്ലോയിയെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാവുന്ന മറ്റൊരു ജോബ് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്, അതോ പ്രസന്റ് ജോബിനേക്കാൾ ലോവർ ലെവലിലുള്ള ഒരു ജോബിലേക്ക് എംപ്ലോയിയെ ഡിമോഷൻ ക്യാരി ഔട്ട് ചെയ്യണോ, അതോ ഓർഗനൈസേഷനിലെ ഒരു ജോലിക്കും കൊള്ളാത്ത ഒരു എംപ്ലോയി ആണെങ്കിൽ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഉള്ളതായ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ ടേക്ക് ഓൺ ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പെർഫോമൻസ് അപ്രൈസലിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. സോ ഈ പറയുന്ന രീതിയിൽ പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു? കുറെ കൂടെ ബെറ്റർ സാലറി കൊടുക്കാവുന്ന ഒരു പോസ്റ്റ് കൊടുക്കാമോ, അതായത് പ്രമോഷൻ കൊടുക്കാമോ, അതോ കറന്റ് പൊസിഷനിൽ തന്നെയുള്ള മറ്റൊരു ജോലിയിലേക്ക് ഇവനെ മാറ്റാവോ, ലോവർ ലെവലിലുള്ള ഒരു ജോലിയിലേക്ക് മാറ്റണമോ, അതോ ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ അവനെ ടെർമിനേറ്റ് ചെയ്യണമോ എന്നുള്ളതിനെ കുറിച്ച് ഉള്ളതായ വ്യക്തമായ ഒരു ഡിസിഷൻ ടേക്ക് ഓൺ ചെയ്യാനായിട്ട് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ,
to enable the employees to know how he is doing the job and suggest the needed changes to improve his performance. അതായത് എംപ്ലോയിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? enable the employee to know how he is doing the job. ആ എംപ്ലോയിയെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു അവൻ അവന്റെ ജോലി അറ്റ് പ്രസന്റ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തൊക്കെ ചേഞ്ചസ് ആണ് അവന്റെ പ്രസന്റ് പെർഫോമൻസിൽ വേണ്ടിയത്? ആ ജോലി ചെയ്യുന്നതിനകത്തെ പെർഫോമൻസിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് വേണ്ടിയത്? എന്തിനു വേണ്ടിയിട്ട്? ബെറ്റർ പെർഫോമൻസ് ലെവലിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളത് ആ എംപ്ലോയിയെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും എന്ത് ക്യാരി ഔട്ട് ചെയ്യണം? പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യണം. കാരണം ഇതിലൂടെയാണ് മനസ്സിലാക്കുന്നത് അവന്റെ പ്രസന്റ് എക്സലൻസ് എത്രയാണ് എന്നുള്ളത്. Then the third one, to reveal the causes of good and poor employee performance. എന്താണ് കാരണം? എന്തിനകത്ത്? പെർഫോമൻസിനകത്ത്, എംപ്ലോയീസിന്റെ പെർഫോമൻസിനകത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനകത്തും മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനകത്തും എന്താണ് റീസൺ ആയിട്ട് വരുന്നത്? കോസസ്. ബെറ്റർ പെർഫോമൻസിന്റെയും പുവർ പെർഫോമൻസിന്റെയും റീസൺ എന്താണ് എന്നുള്ളത് ഓർഗനൈസേഷന് എന്തിലൂടെ റിവീൽ ചെയ്ത് കിട്ടുന്നു? പെർഫോമൻസ് അപ്രൈസലിലൂടെ റിവീൽ ചെയ്ത് കിട്ടുന്നു. Then to act as a basis for superiors in giving coaching and counseling to the employees. സുപ്പീരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫർദർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് തൻ്റെ സബോർഡിനേറ്റ്സിനെ എങ്ങനെ കോച്ച് ചെയ്യണം, അല്ലെങ്കിൽ അവൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതായ ഒരു ബേസിസ് ആണ് എന്ത് എന്ന് പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് അപ്രൈസലിൽ നിന്ന് കിട്ടുന്നതായ ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യുന്നത്? സബോർഡിനേറ്റ്സിന് കോച്ചിങ്ങും കൗൺസിലിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് to serve as a guide for formulating suitable training and development program for the employees. ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് ട്രെയിനിങ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അത് ഏത് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ക്യാരി ഔട്ട് ചെയ്യണം, ഏത് ഡെപ്തിൽ ട്രെയിനിങ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യണം എന്നുള്ളത് ആ പർട്ടിക്കുലർ എംപ്ലോയിയുടെ സ്കില്ലിനും കേപ്പബിലിറ്റിക്കും അനുസരിച്ച് വേണം. നമ്മൾ നേരത്തെ ട്രെയിനിങ് എന്ന് പറയുന്ന സെഷനകത്ത് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ്. സോ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷനിലെ കൺസേൺ എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയീസ് അവരെത്രമാത്രം സ്കിൽഡ് ആണ്, കേപ്പബിലിറ്റി ഉണ്ട്, അവർക്ക് കാലിബർ ഉണ്ട്, അതായത് അവരെത്രമാത്രം എക്സലന്റ് ആണ് അവരുടെ ജോബുകൾക്കകത്ത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഈ പെർഫോമൻസ് അപ്രൈസലിൽ കിട്ടിയ ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്? ഫർദർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. Then the last objective is to motivate employees by indicating their performance level. Performance level എത്രയാണ് എന്നുള്ളത് കാണിച്ചുകൊണ്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിനെ അത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യുന്നു. Your level is this much. Okay. This much is the difference between your performance level and the
എക്സലന്റ് എംപ്ലോയീസ് പെർഫോമൻസ്, ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന എംപ്ലോയിയുടെ പെർഫോമൻസും നിന്റെ പെർഫോമൻസും തമ്മിലുള്ള വ്യത്യാസം ഇത്രയുമേ ഉള്ളൂ. അപ്പൊ നീ ഇച്ചിരിയും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്താല് എന്താണ്, യു വിൽ ബി ദ ബെസ്റ്റ് എംപ്ലോയി ഇൻ ദ നെക്സ്റ്റ് മന്ത്. ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ ഓർഗനൈസേഷന് എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഏതിലൂടെ കിട്ടുന്നു, പെർഫോമൻസ് അപ്രൈസലിലൂടെ കിട്ടുന്നു. സോ ദീസ് 6 points ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ പല ക്ലാസിഫിക്കേഷൻ ആയിട്ട് തിരിക്കാം. എംപ്ലോയീസ് പോയിന്റ് ഓഫ് വ്യൂ, ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂ, കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലൊക്കെ ഒബ്ജക്റ്റീവ്സിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയുന്ന കാറ്റഗറൈസേഷൻ ഉണ്ട്. അത് വളരെ ഡീറ്റെയിൽഡ് ആയി പോകും. എന്നാലും ഇപ്പം ഇതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. Then we are discussing about the advantages of performance appraisal. First advantage is it is a basis for judging performance. എംപ്ലോയീസിന്റെ പെർഫോമൻസ് ലെവൽ എത്രമാത്രമാണ് എന്നുള്ളത് ജഡ്ജ് ചെയ്യാനായിട്ട് ഏതിലൂടെ സാധിക്കുന്നു, പെർഫോമൻസ് അപ്രൈസലിലൂടെ സാധിക്കുന്നു. അതല്ല എങ്കിൽ ആ ഓർഗനൈസേഷനിലെ കൺസേൺ എംപ്ലോയീസ് അവിടെ ഇഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഓർഗനൈസേഷന് സാധിക്കാതെ വരും. സോ ഈ പെർഫോമൻസ് അപ്രൈസലിലൂടെ എന്ത് സാധിക്കുന്നു, എംപ്ലോയിയുടെ പെർഫോമൻസ് ലെവൽ എത്രമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ടു ഡിറ്റർമിൻ ഫെയർ റേറ്റ് ഓഫ് പേ. ഫെയർ റേറ്റ് ഓഫ് പേ, വാട്ട് യു മീൻ ബൈ ഫെയർ റേറ്റ് ഓഫ് പേ? നമ്മൾ കൊടുക്കുന്ന സാലറി, കോമ്പൻസേഷൻ മാനേജ്മെന്റ് നമ്മളത് പറഞ്ഞാണ്. നമ്മൾ കൊടുക്കുന്നതായ സാലറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് എംപ്ലോയിക്ക് കിട്ടുന്നതായ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എംപ്ലോയി ഓർഗനൈസേഷന് കൊടുക്കുന്നതായ ഇൻപുട്ടിന് ഈക്വലന്റ് ആയിരിക്കണം. സോ പെർഫോമൻസ് അപ്രൈസലിലൂടെ വി ക്യാൻ ഏബിൾ ടു ഐഡന്റിഫൈ ഹൂ വിൽ പെർഫോം ബെറ്റർ ഇൻ എ ബെറ്റർ മാനർ. ആരാണ് കുറെ കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്, ആരാണ് മോശമായിട്ട് പെർഫോം ചെയ്യുന്നത്. ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കും പുവർ പെർഫോമൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ആൾക്കും ഒരേ റേറ്റ് ഓഫ് പേ കൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, ഫെയർ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ബെറ്റർ പെർഫോമൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന പേഴ്സണ് ബെറ്റർ സാലറി പാക്കേജ് കൊടുക്കണം. സോ ഈ തരത്തിൽ ബെറ്റർ പെർഫോമേഴ്സ് ആരാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് ബെറ്റർ പേ സ്കെയില് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പെർഫോമൻസ് അപ്രൈസല് ഒരു ബേസിസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. Then to indicate the employees who have special abilities. ഓർഗനൈസേഷനിലുള്ളതായ എംപ്ലോയീസിൽ ആർക്കാണ് ഓരോ പർട്ടിക്കുലർ ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ളതായ സ്കില്ലുകൾ, കേപ്പബിലിറ്റീസ്, സ്പെഷ്യൽ എബിലിറ്റീസ്. നോർമൽ എബിലിറ്റീസിനേക്കാൾ കൂടുതലായിട്ട് സ്പെഷ്യൽ എബിലിറ്റീസ് ഇന്ന പർട്ടിക്കുലർ ജോബ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആർട്ട് വർക്ക്, ഒരു അഡ്വർടൈസിങ് ഏജൻസി ആണെന്ന് വിചാരിക്കുക. ഒരു ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക്, ആർട്ട് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനകത്ത് ആർക്കാണ് ആ ആർട്ട് വർക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ആർട്ട് വർക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ എബിലിറ്റി ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് എന്തിലൂടെ സാധിക്കുന്നു, പെർഫോമൻസ് അപ്രൈസലിലൂടെ സാധിക്കുന്നു. സോ ഐഡന്റിഫൈ ദ എംപ്ലോയീസ് ഹു ഹാവ് സ്പെഷ്യൽ എബിലിറ്റി. That is the another advantage. Then the fourth advantage is basis for transfer, promotion and demotion. നമ്മൾ ട്രാൻസ്ഫറിനെ കുറിച്ചും പ്രൊമോഷനെ കുറിച്ചും ഡിമോഷനെ കുറിച്ചും ഇതിനകത്ത് ഡെഫിനിഷനകത്ത് തന്നെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ ഡിസിഷൻസ് ടേക്ക് ഓൺ ചെയ്യുന്നതിന് ഒരു ബേസിസ് ആയിട്ട് എന്ത് ഫങ്ഷൻ ചെയ്യുന്നു, പെർഫോമൻസ് അപ്രൈസല് ഫങ്ഷൻ ചെയ്യുന്നു. Okay. Then the next advantage is to distinguish between
ഗുഡ് ആൻഡ് പുവർ ഓർ ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ്. അതായത് ഓർഗനൈസേഷനിൽ തങ്ങളുടെ ജോലികൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നവരും മോശമായിട്ട് ചെയ്യുന്നവരുമായ എംപ്ലോയീസിനെ കണ്ടെത്താനായിട്ട് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷനായിട്ട് തിരിക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യം പെർഫോമൻസ് അപ്രൈസലിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. Then the next one, to develop a sense of completion in performance with fellow workers. തൻ്റെ കൂടത്തിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എ സെൻസ് ഓഫ് കംപ്ലീഷൻ ഇൻ പെർഫോമൻസ് ആ എംപ്ലോയിയുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ആ വർക്ക് ഞാൻ എഫിഷ്യൻ്റ് ആയിട്ട് ഇഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന ഒരു ചിന്താഗതി. Then to get an idea about the difficulties faced by the workman. അതായത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ആ പർട്ടിക്കുലർ എംപ്ലോയിയുടെ വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നതിനകത്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞാൽ ചില എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്നതായ വർക്കുകൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ചില സ്കില്ലുകളുടെ പോരായ്മ അല്ലെങ്കിൽ നോളജുകളുടെ പോരായ്മ ഉണ്ടായിരിക്കാം. അത് അവർ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽറ്റിയാണ്. അല്ലെങ്കിൽ വർക്കിംഗ് എൻവയോൺമെന്റിന്റെ പോരായ്മകൾ അത് അവർ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽറ്റിയാണ്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നതായ ആ കൺസേൺ വർക്ക് ദാറ്റ് വർക്ക് ഇറ്റ് സെൽഫ്, കാരണം ആ പർട്ടിക്കുലർ എംപ്ലോയിയുടെ സ്കില്ലിനും കേപ്പബിലിറ്റിക്കും നോളജിനും അനുസരിച്ചുള്ളതായ വർക്കായിരിക്കത്തില്ല ആ എംപ്ലോയിക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതും ഒരു പോരായ്മയാണ്. ഈ പോരായ്മകൾ അല്ലെങ്കിൽ ഈ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനും, ഇപ്പം സ്കില്ല് കേപ്പബിലിറ്റി ഒക്കെ കുറവാണ് എന്നുള്ളതാണ് പോരായ്മയെങ്കിൽ അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി എങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് ആ പർട്ടിക്കുലർ എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് സ്കില്ല് അല്ലെങ്കിൽ കേപ്പബിലിറ്റി അറ്റൈൻ ചെയ്യാവുന്ന രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്താൽ മതി. വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് പോരായ്മയെങ്കിൽ ആ വർക്കിംഗ് എൻവയോൺമെന്റിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ എംപ്ലോയീസ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. എംപ്ലോയിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ജോലി തന്നെ പോരായ്മയാണെങ്കിൽ, അതായത് അവന്റെ സ്കില്ലിനും കേപ്പബിലിറ്റിക്കും അനുസരിച്ചുള്ള ജോലിയല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ അവനെ ആ കൺസേൺ ജോബിൽ നിന്ന് അവന്റെ സ്കില്ലിനും കേപ്പബിലിറ്റിക്കും അനുസരിച്ചുള്ള ഒരു ജോലിയിലേക്ക് മാറ്റാനായിട്ട് ഉള്ള ഒരു ഡിസിഷൻ ടേക്ക് ഓൺ ചെയ്യാനായിട്ട് പെർഫോമൻസ് അപ്രൈസലിലൂടെ കിട്ടുന്നതായ ഫീഡ്ബാക്ക് ഹെൽപ്പ് ചെയ്യും. Then the next one, to identify training and development needs. എത്രമാത്രമാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ്? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവന്റെ കേപ്പബിലിറ്റീസിനകത്ത് സ്കില്ലിനകത്തുള്ള പോരായ്മ എത്രമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിലൂടെ, പെർഫോമൻസ് അപ്രൈസലിലൂടെ മനസ്സിലാക്കുന്നതിലൂടെ അവന് ഏത് തരത്തിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, അത് എത്ര ഡെപ്തിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളതായ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന് സാധിക്കുന്നു. Then to facilitate the future manpower planning. Manpower planning means planning the manpower requirement in the organization for conducting the future activity. അതായത് ഓർഗനൈസേഷനിൽ നാളെ വരാവുന്ന കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് എത്രമാത്രം എംപ്ലോയീസ് വേണം അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രസന്റ് എംപ്ലോയീസിനെ കൊണ്ട് എത്രമാത്രം കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യാൻ സാധിക്കും ഫ്യൂച്ചർ ഡേയ്സിൽ എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ പ്രസന്റ് എംപ്ലോയീസിനെ കൊണ്ട് എത്രമാത്രം കാര്യങ്ങൾ ഫ്യൂച്ചർ ഡേയ്സിൽ ക്യാരി ഔട്ട് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രസന്റ് എംപ്ലോയീസിന്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ക്യാരി ഔട്ട് ചെയ്യണം. പെർഫോമൻസ് അപ്രൈസലിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രസന്റ് എംപ്ലോയീസിന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ മാൻ പവർ പ്ലാനിങ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പെർഫോമൻസ് അപ്രൈസലിലൂടെ സാധിക്കുന്നു. Then to create a positive work environment. ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏതിലൂടെ സാധിക്കുന്നു? പെർഫോമൻസ് അപ്രൈസലിലൂടെ സാധിക്കുന്നു. സോ ദീസ് ആർ ദ
മെയിൻ അഡ്വാൻറ്റേജസ്. നമ്മളിപ്പം 10 പോയിന്റ്സോളം പറഞ്ഞു. ഈ 10 പോയിന്റ്സ് ആണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് അപ്രൈസലിലൂടെ ഫോക്കസ് ചെയ്യുന്നതായ മെയിൻ അഡ്വാൻറ്റേജസ്. Then we are discussing about the limitations of performance appraisal. First one is leniency error. ഈ പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യുന്നതും ആരാണ്? ഹ്യൂമൻ ബീയിങ്സ് തന്നെ ആണ്. അതായത് സുപ്പീരിയേഴ്സിന്റെ സുപ്പീരിയേഴ്സോ അല്ലെങ്കിൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു ഏജൻസിയോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പെർഫോമൻസ് അപ്രൈസൽ സാധാരണഗതിയിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ ഇമ്മീഡിയറ്റ് സുപ്പീരിയേഴ്സ് ചെയ്യാറുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ചെയ്യാറുണ്ട്, മാനേജ്മെന്റ് പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള മറ്റ് പേഴ്സൺസിനെ പുറത്തുനിന്ന് ഓർഗനൈസേഷനിലേക്ക് ഹയർ ചെയ്യാറുമുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഹ്യൂമൻ ബീയിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്? പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ചില കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ ഒക്കെ സഹായങ്ങൾ തേടാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെതായ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ഓരോ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ചിലര് വളരെ പോസിറ്റീവായിട്ട് പല പോയിന്റുകളും മാർക്ക് ചെയ്യും. അത്ര തന്നെ പോസിറ്റീവ് മാർക്ക് കൊടുക്കേണ്ടാത്ത പല പോയിന്റുകളും വളരെ പോസിറ്റീവായിട്ട് മാർക്ക് ചെയ്യും. അതിനെ നമ്മൾ പോസിറ്റീവ് ലീനിയൻസി എറർ എന്ന് പറയുന്നു. ചിലര് കുറേയൊക്കെ പോസിറ്റീവായിട്ട് മാർക്ക് ചെയ്യാമായിരുന്ന പോയിന്റുകളെ പോലും നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യും. അതിനെ നമ്മൾ നെഗറ്റീവ് ലീനിയൻസി എറർ എന്ന് പറയും. സോ ഒരു പർട്ടിക്കുലർ ഇവാലുവേറ്ററുടെ വാല്യൂ സിസ്റ്റത്തെ വെച്ചുകൊണ്ട് ആ ഇവാലുവേഷൻ ആക്ടിവിറ്റിക്കകത്ത് ഉണ്ടാകാവുന്ന എററിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ലീനിയൻസി എറർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു പേഴ്സണെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ തരത്തിലുള്ളതായ പ്രോബ്ലംസ് ഉണ്ടാകാം. നമുക്ക് പേഴ്സണൽ ലൈഫിൽ നമ്മൾ കാണുമ്പം നമ്മൾ നല്ലതാണ് എന്ന് പറയുന്ന പേഴ്സൺ ചിലപ്പം വേറൊരു പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂവില് മോശമായിരിക്കും. സോ അതുപോലെ തന്നെ ഈ പെർഫോമൻസ് അപ്രൈസലിന്റെ കാര്യത്തിലും സംഭവിക്കാം. അതിനെയാണ് ലീനിയൻസി എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹാലോ എറർ. ഹാലോ എറർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ടെൻഡൻസി ടു ഇൻഫ്ലുവൻസ് ദ ഇവാലുവേഷൻ ഓഫ് അതർ ട്രേഡ് ബൈ ദ അസസ്മെന്റ് ഓഫ് വൺ ട്രേഡ്. അതായത് ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഒരു ട്രേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റ് ട്രേറ്റുകളെ ഇവാലുവേറ്റ് ചെയ്യുന്നതായ രീതി വരുമ്പോൾ ഒക്കെ ചെയ്യപ്പെടാമെന്ന പ്രോബ്ലത്തെ അല്ലെങ്കിൽ പോരായ്മയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാലോ എറർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഓർഗനൈസേഷനിലെ ഒരു പർട്ടിക്കുലർ എംപ്ലോയി വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. അവൻ്റെ ആ സൗമ്യമായ സംഭാഷണത്തെ ബേസ് ചെയ്തുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന ഒരു പേഴ്സണൽ ബയാസിലൂടെ ആ പർട്ടിക്കുലർ എംപ്ലോയിയെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ചിലപ്പം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏക ട്രേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ കഴിവെന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സൗമ്യമായിട്ട് സംസാരിക്കാനുള്ളതായിരിക്കും. ബാക്കിയുള്ളതിനകത്തെല്ലാം അവൻ്റെ പെർഫോമൻസ് ലെവലിലുള്ളതായ മറ്റ് കാര്യങ്ങളിലെല്ലാം ഇവൻ്റെ ഈ സൗമ്യ ഭാഷ്യം കൊണ്ട് അവൻ അവിടെ ഓവർകം ചെയ്തു പോകുമായിരിക്കും. മറ്റൊരു എംപ്ലോയി ചിലപ്പോൾ വളരെ ഒപ്പോസിങ് ആയിട്ടുള്ള രീതിയിലുള്ള സംസാരമായിരിക്കാം. പക്ഷെ അവൻ്റെ മറ്റ് മേഖലയിലുള്ള ആ ഓർഗനൈസേഷനിലെ അവൻ്റെ മറ്റ് ജോലി കാര്യങ്ങൾക്കകത്ത് അവൻ നല്ല ഒരു എഫിഷ്യൻ്റ് എംപ്ലോയി ആയിരിക്കാം. പക്ഷെങ്കിൽ ഈ
പറയുന്ന അവൻ്റെ സംസാര രീതി, അത് ആ ഒരു കഴിവില്ലായ്മ, അതിനകത്ത് പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കാനുള്ള അവൻ്റെ കഴിവില്ലായ്മ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവൻ ക്യാരി ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നല്ലതല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ചിലപ്പോൾ, അല്ലെങ്കിൽ ചില വർക്കുകൾ ചെയ്യുന്നതിനകത്ത്, ആ പർട്ടിക്കുലർ വർക്ക് ചെയ്യുന്നതിനകത്ത് അവന് കഴിവില്ലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന് ആ ഓർഗനൈസേഷൻ അവൻ്റെ മറ്റ് ജോബുകൾ അവൻ ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അങ്ങനെ ഉണ്ടാകുന്നതായ ഇവാലുവേഷൻ മിസ്റ്റേക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹാലോ എറർ എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് സിമിലാരിറ്റി എറർ. The error arises when evaluator rate other people in the same way that the evaluator perceives themselves. അതായത് താൻ ആ പർട്ടിക്കുലർ കാര്യം എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് അതുപോലെ ചെയ്യുന്നവരെ മാത്രം ബെറ്റർ പെർഫോമൻസ് ആയിട്ട് മാർക്ക് ചെയ്യുകയും അല്ലാത്തവരെ ബാഡ് പെർഫോമൻസ് ആയിട്ട് മാർക്ക് ചെയ്യുകയും ചെയ്യുന്നതായ ആക്ടിവിറ്റി ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ആ ഒരു എററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമിലാരിറ്റി എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോൺസിക്വൻസ് ഓഫ് എ ലോ റേറ്റ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലം ആണ് എന്താണ്, എംപ്ലോയീസിന്റെ പെർഫോമൻസ് ലെവല് ഇവാലുവേറ്റർ കുറവായിട്ട് റേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും എംപ്ലോയീസിന്റെ സാലറി ഹൈക്ക്, അവൻ്റെ പ്രമോഷൻ തുടങ്ങിയതായ കാര്യങ്ങളെ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന എംപ്ലോയി തന്നെ പക്ഷെങ്കിൽ ഇവാലുവേറ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത്ര ഇഫക്റ്റീവ് അല്ല എന്ന് തോന്നുകയും ഇവാലുവേറ്റർ ഒരു നോർമൽ എംപ്ലോയി അല്ലെങ്കിൽ ഒരു ആവറേജ് എംപ്ലോയി ആണ് അല്ലെങ്കിൽ ഒരു പുവർ എംപ്ലോയി ആണ് എന്നുള്ള ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രോബ്ലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ കോൺസിക്വൻസ് ഓഫ് ലോ റേറ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ജനറൽ ടെൻഡൻസി ടു ഗീവ് ആൻ ആവറേജ് റേറ്റിംഗ്. നോർമലി ഇവാലുവേറ്റേഴ്സ് എല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാനെന്തിനാ വെറുതെ അവനെ പുവർ പെർഫോമൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്, അവനെന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നെങ്കിൽ കിട്ടിപ്പോട്ടെ എന്നുള്ള ചിന്താഗതിയിൽ ഒരു ആവറേജ് ലെവലിൽ പെർഫോം ചെയ്യുന്ന എംപ്ലോയിയെയും പുവർ ലെവലിൽ പെർഫോം ചെയ്യുന്നതായ എംപ്ലോയിയെയും എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റർ ഒരു ആവറേജ് പെർഫോമർ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യുന്നു. അതിലൂടെ പുവർ എംപ്ലോയീസ് ആരാണ്, അവരുടെ ഡ്രോബാക്കുകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ആ പുവർ പെർഫോമൻസിന്റെ കോസസ് എന്തെല്ലാമാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഓർഗനൈസേഷന്റെ പോസിബിലിറ്റി ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. സോ ഈ തരത്തിൽ ഉള്ളതായ ഒരു സാഹചര്യം പലപ്പോഴും ഓർഗനൈസേഷനിൽ ഉണ്ടാകാറുണ്ട്. സോ ഈ ഒരു ആവറേജ് പെർഫോമേഴ്സ് ആയിട്ട് എംപ്ലോയീസിനെ മാർക്ക് ചെയ്യാനായിട്ടുള്ള ഇവാലുവേറ്ററുടെ ടെൻഡൻസിയും ഈ പെർഫോമൻസ് അപ്രൈസലിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്. അതായത് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് പല ഫാക്ടേഴ്സ് കൊണ്ട് പോരായ്മയിലേക്ക് വരാം. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ഫാക്ടേഴ്സ് കാണാം. ചിലപ്പം ഒരു സുപ്പീരിയറിന്റെ തൻ്റെ സബോർഡിനേറ്റിനോടുള്ളതായ സംസാരം പോലും സബോർഡിനേറ്റിൻ്റെ പെർഫോമൻസ് ലെവലിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാം. അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ മാത്രം നോക്കി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ സാഹചര്യത്തിൽ അവനൊരു പുവർ പെർഫോമർ ആയിട്ട് വരാം. പക്ഷെങ്കിൽ ആ പുവർ പെർഫോമൻസിന്റെ ഫാക്ടറായിട്ട് വന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, അതാണ് അവനെ പുവർ പെർഫോമർ ആക്കിയത് എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ളതായ നമുക്ക് കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത പല ഫാക്ടേഴ്സും ഒരു എംപ്ലോയിയുടെ ഓർഗനൈസേഷനിലെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഈ ഫാക്ടേഴ്സിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ
ഈ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റത്തിനകത്ത് ഇല്ല എങ്കിൽ അതെന്തിന് കാരണമാകാറുണ്ട്? പലപ്പോഴും പലതരത്തിലുള്ളതായ പ്രോബ്ലംസും പെർഫോമൻസ് അപ്രൈസലിലൂടെ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നു. Then the next one is inadequate training and bias on the part of the evaluator. പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യുന്നതായ എംപ്ലോയി, അതായത് ഇവാലുവേറ്റർ, പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യുന്നതായ എംപ്ലോയി അല്ലെങ്കിൽ ഇവാലുവേറ്റർ ആ പർട്ടിക്കുലർ ആക്ടിവിറ്റിക്കകത്ത് വെൽ ട്രെയിൻഡ് ആയിരിക്കണം. അവൻ ആ സ്കിൽ ഉണ്ടായിരിക്കണം. എന്തിന്? പെർഫോമൻസ് അപ്രൈസൽ ഇഫക്റ്റീവായിട്ട് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട്. പേഴ്സണൽ ബയാസ്, പേഴ്സണൽ വ്യൂസ് ഒന്നും കാണാനായിട്ട് പാടില്ല. വളരെ ഒരു ക്ലിയർ മൈൻഡോട് കൂടിയായിരിക്കണം എന്ത് ചെയ്യുന്നത്? പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് രണ്ടിനകത്തും എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് വന്നാൽ, അതായത് പ്രോപ്പർ ട്രെയിനിങ് കിട്ടാത്ത എംപ്ലോയിയോ അല്ലെങ്കിൽ പേഴ്സണൽ ബയാസ് ഉള്ള പേഴ്സണോ ഈ ഇവാലുവേഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്താൽ അത് ഈ പെർഫോമൻസ് അപ്രൈസലിന്റെ എഫിഷ്യൻസിയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഈസ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഫാക്ടേഴ്സ് റിലേറ്റിംഗ് ടു അപ്രൈസൽ ഫോം. ഓർഗനൈസേഷൻ പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പോയിന്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം അപ്രൈസൽ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നുണ്ട്, അബ്സ്ട്രാക്ട് തയ്യാറാക്കുന്നുണ്ട്. ആ പറയുന്നതായ ഫാക്ടേഴ്സിനെ ആയിരിക്കും നമ്മൾ ഈ പെർഫോമൻസ് അപ്രൈസലിനകത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന് പുറത്തുള്ളതായ ഫാക്ടേഴ്സിനെ, ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടതായ അതിന് പുറത്തുള്ളതായ ഫാക്ടേഴ്സിനെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല? കൺസിഡർ ചെയ്യാറില്ല. അങ്ങനെ വരുമ്പോൾ പെർഫോമൻസ് അപ്രൈസലിനകത്ത് പോരായ്മ വരുന്നു. Then the next one എന്ന് പറയുന്നത് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ അപ്രൈസൽ ആൻഡ് ഫീഡ്ബാക്ക്. ഒരു പെർഫോമൻസ് അപ്രൈസൽ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഫീഡ്ബാക്ക് ആർക്ക് കൊടുക്കണം? എംപ്ലോയീസിന് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിന്റെ ഇഫക്റ്റ് ഉള്ളൂ. നമ്മൾ ഒരു കാര്യം പറയും, കുട്ടികൾ ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ മിസ്റ്റേക്കിന്റെ പണിഷ്മെന്റ് അന്നേരം തന്നെ കൊടുക്കണം. എങ്കിലേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ ചെയ്തത് മിസ്റ്റേക്ക് ആണ് എന്നുള്ളത്. അതേസമയം മിസ്റ്റേക്ക് ചെയ്തപ്പോൾ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നില്ല, അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ അത് പറഞ്ഞ് പണിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പേരൻസിന്റെ മൂഡിനനുസരിച്ച് അവരെ ആ ഒരു മാസത്തിന് ശേഷം ഉണ്ടായ ഒരു ഇൻസിഡന്റിൽ നമ്മൾ അവരെ പണിഷ് ചെയ്യുമ്പോൾ ഈ കാര്യം കൂടെ പറഞ്ഞ് പണിഷ് ചെയ്താൽ ഈ മിസ്റ്റേക്ക് അവർ മനസ്സിലാക്കുകയോ അത് റെക്ടിഫൈ ചെയ്യുകയോ ഇല്ല. സോ കുട്ടികൾ മിസ്റ്റേക്സ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അന്നേരം തന്നെ പണിഷ് ചെയ്താലേ അതിന് ഇമ്പാക്റ്റ് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യപ്പെട്ടാൽ ആസ് ഏർലി ആസ് പോസിബിൾ അതിന്റെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ പ്രസന്റ് പെർഫോമൻസ് ലെവൽ എത്രമാത്രമാണ്, നിങ്ങളുടെ പോരായ്മകൾ എന്തെല്ലാമാണ്, നിങ്ങളുടെ സ്ട്രെങ്ത്സ് എന്തെല്ലാമാണ് എന്നുള്ളത് അപ്രൈസർ അല്ലെങ്കിൽ ഇവാലുവേറ്റർ എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതിനകത്ത് ഗ്യാപ്പ് വന്നാൽ, ടൈം ഗ്യാപ്പ് വന്നാൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. Then the next one എന്ന് പറയുന്നത് dissatisfied employees and evaluators. പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യപ്പെടുകയും അതിനകത്ത് നല്ല റേറ്റിംഗ് കിട്ടുകയും ചെയ്യുമ്പോൾ എംപ്ലോയീസ് നോർമലി എന്തായിരിക്കും? ഒരു പോസിറ്റീവ് തോട്ട് അവരുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതായത് ഇതിന് വേണ്ടിയിട്ടാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, അത് ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റിലേക്കും തങ്ങളുടെ ബെറ്റർമെന്റിലേക്കും വരും ഈ ക്യാരി ഔട്ട് ചെയ്യുന്നതായ പെർഫോമൻസ് അപ്രൈസൽ എന്ന ഒരു പോസിറ്റീവ് തോട്ട് എംപ്ലോയീസിന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ, അതുപോലെ തന്നെ
ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മിനിമം ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഇവാലുവേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ഇവാലുവേറ്റർ അതിനനുസരിച്ച് റിവാർഡ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ, ഇപ്പം ഒരു എംപ്ലോയി ആണെങ്കിൽ അവന് നോർമൽ സാലറിയെ കാണത്തുള്ളൂ. ഇവിടെ അവൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് അവൻ കൊടുത്ത റെക്കമെൻഡേഷൻസ് പൂർണ്ണമായിട്ട് മാനേജ്മെന്റ് അംഗീകരിക്കുകയാണെങ്കിൽ അവനവിടെ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ളതായ ഇവാലുവേറ്റർ എക്സ്പെക്ട് ചെയ്യുന്നതായ റിവാർഡുകൾ ഇവാലുവേറ്റർക്ക് കിട്ടിയില്ലെങ്കിലും ഇവാലുവേറ്റർ അവിടെ ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പം എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡും ആകരുത്, ഇവാലുവേറ്റർ ഡീമോട്ടിവേറ്റഡും ആകരുത്. ഇങ്ങനെ ആകാനുള്ള സാഹചര്യം പലപ്പോഴും എവിടെയുണ്ട്? പെർഫോമൻസ് അപ്രൈസലിൽ ഉണ്ട്. സോ that is the another limitation of performance appraisal. Okay. Next topic is the process of performance appraisal. Performance appraisal എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്നതായ ആക്ടിവിറ്റി. സോ ആ സ്റ്റെപ്സ് ആണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, എക്സ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. ഒരു ഓർഗനൈസേഷനിലെ ഒരു പർട്ടിക്കുലർ ജോബ് ഹെഡിൽ പെർഫോം ചെയ്യുന്നതായ എംപ്ലോയി ആ പർട്ടിക്കുലർ ജോബ് ഹെഡിൽ പറഞ്ഞിരിക്കുന്നതായ ജോലി ചെയ്യുമ്പോൾ അത് ഏത് ലെവലിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു ബേസിസ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ആ ബേസിസ് നമ്മുടെ ജോബ് അനാലിസിസിൽ നിന്ന് കിട്ടുന്നതായ ഔട്ട്പുട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ടും ജോബ് ഡിസൈൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സോ ആ ബേസിസ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ലെവല് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പെർഫോമൻസ് അപ്രൈസലിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫിക്സ് ചെയ്തിരിക്കുന്നതായ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? ആ പർട്ടിക്കുലർ ജോലി ചെയ്യുന്നതായ എംപ്ലോയിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കാരണം ഈ ലെവലിൽ വേണം നിന്റെ പെർഫോമൻസ് എന്ന് എംപ്ലോയി അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ട് ആ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ സ്റ്റാൻഡേർഡ്സ് എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഇവിടെ എപ്പോൾ ക്യാരി ഔട്ട് ചെയ്യും? ഓറിയന്റേഷൻ ഓർ ഇൻഡക്ഷൻ ട്രെയിനിങ് ആക്ടിവിറ്റി, റിഫ്രഷ്മെന്റ് ട്രെയിനിങ് ആക്ടിവിറ്റി ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്ന സെഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. Then the next one എന്ന് പറയുന്നത് മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ്. ഇവിടെ നമ്മൾ ആ പർട്ടിക്കുലർ എംപ്ലോയിയുടെ ആക്ച്വൽ പെർഫോമൻസ് ലെവല് നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു. അവൻ ഏത് തലത്തിൽ എത്രമാത്രം എക്സലൻസോട് കൂടിയാണ് അവന്റെ ജോലികൾ ചെയ്യുന്നത് എന്നുള്ളത് അപ്രൈസൽ ഫോമിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഫാക്ടേഴ്സിനെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്യുന്നു. ഹൈ വെയിറ്റേജ് കൊടുക്കുന്ന പെർഫോമൻസിന് ഹൈ വെയിറ്റേജ്, മീഡിയം വെയിറ്റേജ് കൊടുക്കുന്ന പെർഫോമൻസിന് മീഡിയം വെയിറ്റേജ്, ലോ വെയിറ്റേജ് കൊടുക്കേണ്ടതായ പെർഫോമൻസ് ഫാക്ടേഴ്സിന് ലോ വെയിറ്റേജ് കൊടുത്ത് നമ്മൾ അവന്റെ ആക്ച്വൽ പെർഫോമൻസ് എന്താണ് എന്നുള്ളത് മെഷർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മെഷർ ചെയ്ത ആക്ച്വൽ പെർഫോമൻസിനെ നമ്മൾ സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. ഓക്കെ, കമ്പയറിംഗ് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്സ്. ആക്ച്വൽ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. Then the next one, discussing report with the employees. അതായത് ഈ കമ്പയർ ചെയ്ത ഇതിന്റെ ബേസിസിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതായ വേരിയേഷൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നതായ വേരിയേഷൻ, ആക്ച്വൽ പെർഫോമൻസിന് സ്റ്റാൻഡേർഡ് പെർഫോമൻസിൽ നിന്ന് ഉള്ളതായ വേരിയേഷനെ കുറിച്ച് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്ത പെർഫോമൻസ് അപ്രൈസലിന്റെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എംപ്ലോയിയുമായിട്ട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡിസ്കസിങ് റിപ്പോർട്ട്സ് വിത്ത് ദ എംപ്ലോയീസ്, അതായത് എംപ്ലോയിക്ക് ആ പെർഫോമൻസ് അപ്രൈസലിന്റെ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. Then the next point is taking corrective action. അതായത് കറക്റ്റീവ് ആക്ഷൻ ടേക്ക് ഓൺ ചെയ്യുന്നു. എംപ്ലോയി ആയിട്ട് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്റെ ബേസിസിൽ കുറെ കൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ എംപ്ലോയിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇന്ന ഇന്ന പോരായ്മകളുണ്ട്. സോ ആ പോരായ്മകൾ ഓവർകം ചെയ്യാനായിട്ട് എന്ത് മെത്തേഡ്സ് ആണ്? പലപ്പോഴും ഇൻകേപ്പബിലിറ്റിയുടെ കാര്യമാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അവന് ട്രെയിനിങ് ആക്ടിവിറ്റി കൊടുക്കുന്നു. ഇനി ട്രെയിനിങ് ആക്ടിവിറ്റി കൊടുത്താലും അവൻ ലെവലിലേക്ക് എത്തത്തില്ല എന്ന് തോന്നിയാൽ അവനെ ആ പ്രസന്റ് ജോബിൽ നിന്ന് മാറ്റി അവന് കേപ്പബിൾ ആയിട്ടുള്ള മറ്റൊരു ജോലി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവനെ ലോവർ ലെവലിലേക്ക് കൊണ്ടുവരുന്നു. വളരെ എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിൽ അവനെ എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു ഹയർ ജോബുകളിലേക്ക്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് ഷുഡ് ബി ടേക്കൻ ഇൻ ദ പെർഫോമൻസ് അപ്രൈസൽ ആക്ടിവിറ്റി. Then we are discussing about another topic, method of performance appraisal. Methods of performance appraisal ne നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കോർ ഫാക്ടർ മാത്രമേ ഈ സെക്ഷനകത്ത് പറയുന്നുള്ളൂ. മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സെഷൻ എടുക്കുമ്പോൾ അതിനകത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡ്. ട്രഡീഷണൽ മെത്തേഡ്സിനകത്ത് ഡിഫറെൻറ്റ് ടെക്നിക്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ, ട്രഡീഷണൽ മെത്തേഡ്സിനകത്ത് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺഫിഡൻസ് റിപ്പോർട്ട്. സെക്കൻഡ് വൺ graphic scales. Then third one straight ranking. Fourth one paired comparison. Fifth one grading system. Sixth one forced distribution. Seventh one is checklist method. Eighth one critical incident method. Ninth one is free essay method. 10th one group appraisal. 11th one is field review. 12th one is nominations. And the last one is work sample test. These are the several techniques comes under the traditional method. Then we are discussing about the different techniques of modern method. First technique is assessment centers. Second one is human resource accounting. Then the third one is management by objectives. Fourth one is 360-degree performance appraisal. And the last one is behaviorally anchored rating scale. So ഇങ്ങനെ 5 മെത്തേഡുകളാണ്, അല്ലെങ്കിൽ 5 ടെക്നിക്സ് ആണ് മോഡേൺ മെത്തേഡിനകത്ത് വരുന്നത്. ഇതിനെക്കുറിച്ച് മാത്രമായിട്ട് മറ്റൊരു സെഷനകത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ പെർഫോമൻസ് അപ്രൈസലിനെ കുറിച്ചുള്ളതായ ഒരു ബേസിക് സ്റ്റെപ്പ് നമ്മളിവിടെ നിർത്തുകയാണ്. ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിനകത്ത് വാട്ട് യു മീൻ ബൈ പെർഫോമൻസ് അപ്രൈസൽ, പെർഫോമൻസ് അപ്രൈസലിന്റെ ഡെഫിനിഷൻ എന്താണ്, പെർഫോമൻസ് അപ്രൈസലിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസല്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, പ്രോസസ്സ്, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടും മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസല് ബ്രീഫായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. താങ്ക് യു.